أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബയ്യിനയുടെ 6-ാം വചനമാണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അനുസരണത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്നവരും ഏകാഗ്രമാനസരുമായി അള്ളാഹുവിനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് കൊടുക്കുവാനും വേണ്ടിയല്ലാതെ അവരോട് ആജ്ഞാപിക്കപ്പെട്ടിരുന്നില്ല. അതത്രേ ശാശ്വത സത്യത്തിൽ അധിഷ്ഠിത മതം. ഈ ആയത്തിൻ്റെ വിശദീകരണം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ്. കഴിഞ്ഞ ദർസിൽ വയുഖീമുസ്സലാത്ത വയുഅ്തു സക്കാത്ത വസാലിക ദീനുൽ ഖയ്യിമ എന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അതായത് അള്ളാഹു പറയുന്നു, ശാശ്വതമായ ഒരു സമൂഹം നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അഥവാ അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും യഥാവിധം നിറവേറ്റുന്നവരായിരിക്കണം. ഹുദൂർ പറയുന്നു, ദൗർഭാഗ്യവശാൽ മുകളിൽ പറയപ്പെട്ട ഉന്നത സ്വഭാവ ഗുണങ്ങളെ മുസ്ലിങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കൈവടിയുകയായിരുന്നു. അങ്ങനെ അവർ ഈ സ്വഭാവ ഗുണങ്ങളെ കൈവടിയുന്നതനുസരിച്ച് അള്ളാഹുവും അവരെ കൈവടിഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ഹുസൂർ പറയുന്നു, ഇന്ന് ആ സ്വഭാവ ഗുണങ്ങളെ വീണ്ടും ലോകത്ത് സ്ഥാപിക്കുവാനുള്ള അവസരം അഹമ്മദികളായ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഏതുവരെ ആളുകളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ സ്ഥാപിക്കപ്പെടുന്നില്ലയോ, അല്ലെങ്കിൽ മുഴുവൻ സമൂഹത്തിലും അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നില്ലയോ, അതുവരെ ഈ സ്വഭാവ ഗുണങ്ങളെ സ്ഥായിയായി നിലനിർത്തുവാൻ സാധിക്കുകയില്ല. ഇവിടെ നാം ഓരോരുത്തരെയും വിശുദ്ധ ഖുർആൻ നമ്മിൽ രൂഢമൂലമാക്കുന്നതിന് ഹുസൂർ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് ഹുസൂർ എൽവുഡ് മോറിസ് വേരി എന്ന ഓറിയന്റലിസ്റ്റ് സാലിക ദീനുൽ ഖയ്യിമ എന്ന വചനത്തിന്മേൽ ഉന്നയിച്ച ഒരു ആരോപണത്തിന് മറുപടി പറയുകയാണ്. വേരി സാലിക ദീനുൽ ഖയ്യിമ എന്നതിന് നൽകിയ അർത്ഥം ഇത് സത്യമതമാണ് എന്നാണ്. എന്നിട്ട് പറയുന്നു, മുഹമ്മദ് സാഹിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെയും യഹൂദ മതത്തെയും ക്രിസ്തു മതത്തെയും ഒരൊറ്റ മതമായിട്ടാണ് കണ്ടിരുന്നത് എന്ന്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഈ 3 മതങ്ങളെയും ഒരേ അധ്യാപനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദികളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേ മതക്കാരാണ്. അഥവാ സത്യമായ ദീൻ എന്ന് വെച്ചാൽ ആദം നബി മുതൽ ഇന്നുവരെ ലോകത്ത് ഒരേയൊരു മതമാണ് ഉള്ളത് എന്നാണ് നബി തങ്ങൾ പറയുന്നത് എന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു. ഇങ്ങനെയൊരു വിശ്വാസം വാസ്തവത്തിൽ ചില മുസ്ലിങ്ങൾക്കുമുണ്ട്. വേരി പറയുന്നു, എല്ലാ മതങ്ങളും ഒരേ മതമാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യപ്രവാചകനല്ല എന്നതിന് സ്വയം തന്നെ തെളിവ് നൽകിയിരിക്കുകയാണ്. ഹുസൂർ ഇതിന് മറുപടി നൽകിക്കൊണ്ട് പറയുന്നു, ഒന്നാമതായി പാതിരി സാഹിബ് വചനത്തിൻ്റെ അർത്ഥം തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദീനുൽ ഖയ്യിമ എന്നാൽ സത്യമതം എന്നല്ല അർത്ഥം, മറിച്ച് നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ മതം അല്ലെങ്കിൽ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ അവസ്ഥ എന്നാണ്.
ഖയ്യിമ ഒരിക്കലും ദീൻ എന്നതിൻ്റെ വിശേഷണം ആവുകയില്ല. അറബി ഭാഷയുടെ നിയമമനുസരിച്ച് അങ്ങനെ വരാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ദീൻ എന്ന വാക്ക് പുല്ലിംഗവും ഖയ്യിമ എന്ന വാക്ക് സ്ത്രീലിംഗവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുല്ലിംഗത്തിൻ്റെ വിശേഷണം സ്ത്രീലിംഗമാവുകയില്ല. അറബി വ്യാകരണ നിയമമനുസരിച്ച് ഖയ്യിമ എന്നത് ഏത് പദത്തിൻ്റെ വിശേഷണമാണോ അതിവിടെ ഈ വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സന്ദർഭത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആ പദം മില്ലത്ത് ആണ് അഥവാ സമൂഹമാണ് എന്ന് നാം പറയുന്നു. മാത്രമല്ല, വാസ്തവത്തിൽ ഈ ആയത്തിൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് യഹൂദികളുടെയും നസാറാക്കളുടെയും മതം വേറെയാണ് എന്ന് ഊന്നൽ നൽകിയിരിക്കുന്നു. ഈ ആയത്തിൽ ഖുർആനെ സംബന്ധിച്ച് സുഹുഫുൻ മുതഹറ എന്നും ഫീഹ കുത്തുബുൻ ഖയ്യിമ എന്നും പറഞ്ഞിരിക്കുന്നു. അതായത് വിശുദ്ധ ഖുർആനിൽ ഭിന്നതയെക്കുറിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇസ്ലാമുമായി ഭിന്നതയുള്ള മതങ്ങളാണ് എന്ന് ഊന്നൽ നൽകിയ സ്ഥലം തന്നെ വേരി സാഹിബ് ഇതെല്ലാം ഒറ്റ മതമാണ് എന്ന് ആരോപിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ അതിശയകരം തന്നെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.